ഹലോ ഗഡീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുന്ന വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ബാംഗ്ലൂരിലെ വൈകുന്നേരം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭയങ്കര അടിപൊളിയാണ്, നല്ല ഒരു വൈബാണ് കേട്ടോ. പ്രത്യേകം എനിക്ക് എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിവിടെ 10 വർഷമായി ജീവിക്കുന്നു. അതിൻ്റേതായിട്ടുള്ളൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ വൈകുന്നേരത്തെ എൻ്റെ ചില കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ പൂ പൊട്ടിക്കുകയാണ്. താഴെ ഭാഗത്തുനിന്ന് പെട്ടെന്ന് പൂ പൊട്ടിച്ച് പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ അടിപൊളിയായിട്ടുള്ള കൊതുകിൻ്റെ കടി കിട്ടും. അത് കാരണം കൊണ്ട് പെട്ടെന്ന് പൊട്ടിച്ചില്ലെങ്കിൽ കൊതുക് നമ്മളെ പറത്തിക്കൊണ്ട് അവരെ വീട്ടിലേക്ക് എടുത്തുകൊണ്ട് പോകും. പെട്ടെന്ന് ആരോ വിളിച്ച പോലെ തോന്നി, അതാണ് തിരിഞ്ഞു നോക്കിയത്. പക്ഷേ ചമ്മി പോയി, ആരും എന്നെ വിളിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ പൂ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയിൽ തനുകുട്ടി വന്നിട്ട് ഈ ബോബനും മോളിയും പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, വിക്രമാദിത്യൻ്റെ വേതാളം പോലെ ഞാൻ എവിടെ പോയാലും എൻ്റെ പിന്നാലെ തനുകുട്ടി എത്തിയിരിക്കും കേട്ടോ. ഒരു 2 മിനിറ്റ് തന്നെ കാണാണ്ടായി, അപ്പം തിരഞ്ഞു വരും. അപ്പോൾ ഞാൻ പൂ പൊട്ടിക്കാമെന്ന് കണ്ടപ്പോൾ വേഗം എൻ്റെ അടുത്ത് വന്നിട്ട് അപ്പം ഞാൻ പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് അവൾ എന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവളാണ് ഫോണ് കയ്യിൽ പിടിച്ചിട്ട് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള ഒരു എന്താ പറയുക, വീഡിയോ എടുപ്പാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷമിക്കുക കേട്ടോ, അവളിങ്ങനെയൊക്കെയല്ലേ പഠിക്കുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി വലുതായി എനിക്ക് ഹെൽപ്ഫുള്ളായിരിക്കും അവൾ വീഡിയോ ഒക്കെ എടുത്തു തരാനായിട്ട്. അപ്പോൾ അങ്ങനെ കൊതുകടിയൊക്കെ കൊണ്ട് സഹിച്ച് പിടിച്ചുകൊണ്ട് ഞാൻ പൂവൊക്കെ പൊട്ടിച്ചു. ഒരു പാത്രം പൂ കിട്ടി. ഇതെല്ലാ പ്രാവശ്യവും കിട്ടാറുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയണ്ട. മുല്ലപ്പൂവിന് എൻ്റെ അത്ര സ്മെല്ലില്ല, എന്നാലും മുല്ലപ്പൂവിൻ്റെ ഗണത്തിൽ പെടുന്ന ഏതോ ഒരു പൂവാണ് കേട്ടോ. നമ്മൾ പൂജയ്ക്കൊക്കെ എടുക്കാറുണ്ട് കേട്ടോ, ലൈറ്റായിട്ടുള്ള സ്മെല്ലുള്ള പൂവ്. അപ്പോൾ അങ്ങനെ അത് പൂജാ റൂമിലൊക്കെ കൊണ്ടുവച്ചു. അപ്പോൾ ഇനി നമ്മുടെ ഗാർഡനിലത്തെ മേലത്തെ പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനും തനുകുട്ടിയും കൂടിയിട്ട് മേലേക്ക് വരുവാണ് കേട്ടോ. നമ്മൾ ഏത് സമയവും വീടിനകത്ത് തന്നെ കുത്തിയിരുന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് മിസ്സായി പോകും. നമുക്ക് ആകെ ചെറിയൊരു ജീവിതമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ളതിന് മുഴുവൻ ആസ്വദിച്ച് നടക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ. കണ്ടോ, പൂക്കളാണെങ്കിലും ചെടികളാണെങ്കിലും നമ്മളുടെ ചുറ്റുള്ള കിളികളുടെ ശബ്ദമാണെങ്കിലും സൂര്യനോ സൺറൈസോ സൺസെറ്റോ എന്താണെങ്കിലും അതൊക്കെ ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കണം കേട്ടോ. അതൊക്കെയാണ് നല്ല ഓർമ്മകൾ മാത്രമേ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതോടൊപ്പം ദൈവത്തിനെയും കൂട്ടുപിടിച്ച് ദൈവത്തിനോടും എന്തെങ്കിലും പരാതി പറയാനുണ്ടെങ്കിൽ, വിഷമങ്ങളുണ്ടെങ്കിൽ ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യുന്നതിനേക്കഴിഞ്ഞും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് ദൈവത്തിനെ അങ്ങ് അർപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. ചില മനുഷ്യർ നമ്മളിങ്ങനെ കേട്ടിരുന്നിട്ട് നമ്മുടെ അടുത്തൊക്കെ ആ ഈ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ അവരത് വേറൊരാളുടെ കയ്യിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ പാസ് ചെയ്ത് ആ കഥ അങ്ങ് മാറിപ്പോവും. അതിലെത്രയോ ബെറ്ററാണല്ലേ നമ്മുടെ ഫ്രണ്ടായിട്ട് ഞാൻ എപ്പോഴും കണക്കാക്കുന്നത്. ഫസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ദൈവം തന്നെയാണ് കേട്ടോ. നമ്മൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പരാതിയും ഓവർ തിങ്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ വലുതാക്കി മനസ്സിലിട്ടിട്ട് ഊതി വീർപ്പിച്ച് ആലോചിച്ചുകൊണ്ടേയിരിക്കും. ആണുങ്ങളെന്ന് പറഞ്ഞാൽ അത് അവർക്ക് ആ സംസാരത്തിൽ മാത്രമേ അത്രയും കാര്യമായിട്ട് പറയുള്ളൂ. അത് കഴിഞ്ഞാൽ അവരത് അവിടെ ഇടും, അല്ലെങ്കിൽ അവരത് സോൾവ് ചെയ്യും ഈസി ആയിട്ട്. നമ്മളാണ് ഇതിങ്ങനെ മനസ്സിലിട്ടിട്ട് ഊതി വീർപ്പിച്ച് നമ്മളെ തന്നെ കേടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറയുകയാണെങ്കിൽ ഒരു 90% പ്രോബ്ലം നമ്മളുടെ ഇമാജിനേഷനിൽ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ഒന്ന് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാവുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കാര്യങ്ങളാണ്, അത് ഒരാൾ അറിഞ്ഞിരിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഏറ്റവും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയുടെ അടുത്തോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്നിട്ട് ആ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്താം. എപ്പോഴും മൂന്നാമത് ഒരാൾ നമ്മളുടെ ഇടയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പേഴ്സണലായിട്ട് ഒരാളുടെ കാര്യം മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടാമതൊരു വ്യക്തി നമ്മളുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ടൈം ചിന്തിക്കണം. അതിന് ശേഷം മാത്രമേ അയാളുടെ അടുത്ത് അത് ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. ഒരു പരിധി വരെ നമ്മളെ പ്രശ്നങ്ങളെ നേരിടാൻ പഠിച്ച് നമ്മൾ അത്രയും സ്ട്രോങ് ആവേ ഉള്ളൂ. അത്രയും നമ്മളെ ആർക്കും ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. നമ്മൾ എത്രയും സ്ട്രോങ് ആയിട്ട് ഇരിക്കണോ അത്രയും കുറവേ മറ്റുള്ളവർ നമ്മളായിട്ട് പന്ത് അടിക്കാനായിട്ട് വരുള്ളൂ. ഈ ചാഞ്ഞ് കിടക്കുന്ന മരത്തിലേ ഓടി കയറുള്ളൂ എന്ന് പറയില്ല. അപ്പോൾ ആ ചാഞ്ഞൽ മാറ്റിയാൽ തന്നെ നിവർന്ന് നിൽക്കാനായിട്ട് പഠിക്കുക, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിക്കുക, ഒരു ചെറുതാണെങ്കിലും ഒരു ചെറിയ വരുമാനം സ്വന്തമായിട്ട് ഉണ്ടാക്കാനായിട്ട് പഠിക്കുക. അല്ലെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആവാണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഒരു പരിധി വരെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെന്ന് നമ്മൾ കുറേ ആളുകളെ ഫേസ് ചെയ്യാനും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ ധൈര്യവും തൻ്റെയൊക്കെ തന്നെത്താൻ വരും കേട്ടോ.
അങ്ങനെ പറഞ്ഞ് എന്തായി, ഞാൻ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. പിന്നെ ഏതെങ്കിലും ഒരു നാമം ചൊല്ലും, ഭാഗവതമാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാനെടുത്ത് വായിക്കും കേട്ടോ. അപ്പം ഈയിടെയായിട്ട് ഭാഗവതമൊക്കെ വായിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ചായിട്ട് ഞാൻ വായിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് നിശ്ചിത കാലം എന്നൊന്നും വിചാരിച്ചിട്ടില്ല, എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ തനുകുട്ടിക്കും നാമം ചൊല്ലാനുള്ള അവസരമൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എങ്ങനെ പോയാലും ഞാൻ നാമം ചൊല്ലിയിട്ടൊക്കെയാണ് എണീക്കുന്നത് കേട്ടോ. ഞാൻ നന്നായിട്ട് തടി വെച്ചിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. 2 കിലോ ഇപ്പോൾ കൂടി വന്നേക്കാണ്. ഇപ്പം വെള്ളം കുടിക്കലൊക്കെ, അതായത് സാധാരണ വെള്ളത്തിലേക്ക് മാറി. രാവിലെ ഞാൻ ഒരു വെള്ളം കുടിച്ചിരുന്നില്ല, അതൊക്കെ ഞാൻ നിർത്തിയിട്ട്. അത് കാരണം കൊണ്ട് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇടയ്ക്ക് വയ്യാണ്ടൊക്കെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നന്നായിട്ട് ഫുഡ് കഴിക്കണം, അധികം ഫ്രൂട്ട്സ് കഴിക്കണം, മറ്റേത് കഴിക്കണം, മറിച്ചത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങ് തട്ടി വിട്ട് ഇപ്പം നല്ലപോലെ തടി വെച്ചിട്ടുണ്ട്. 2 കിലോ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാം, 59 എൻ്റെ വെയിറ്റ് വരുന്നത്. ഇനി ഇതെങ്ങനെ കുറയ്ക്കും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ഈ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി ഞാൻ വണ്ണം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരം നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്കുവൊക്കെ ട്യൂഷനും കഴിഞ്ഞ് വന്നിട്ടുണ്ടാവും. പിക്കു കന്നഡ ട്യൂഷനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വന്നാൽ അവനൊരു വിശപ്പിൻ്റെ സമയമാണ്. അപ്പോൾ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ശരത്തേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതുണ്ടെങ്കിൽ അത് കഴിക്കും. അങ്ങനെയൊക്കെ കുറേ സമയം പോകും കേട്ടോ. ഒരു അരമണിക്കൂർ ഫ്രീ ആയിട്ട് ഇരുത്തും. അതിൻ്റെ ഇടയിൽ ഞാനിപ്പം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എക്സാമിന് ഓറൽ എക്സാം ഉണ്ട്, പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ ഉണ്ട്, വൈവ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് റിട്ടേൺ എക്സാം ഉണ്ട്. പല കലാപരിപാടികൾ ചേരുന്നതാണ് ആനുവൽ എക്സാം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ശരത്തൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ വാങ്ങിച്ചു കൊടുക്കുന്നത് കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പുതിയ ബേക്കറി ഉദ്ഘാടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എഗ് പഫ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ചൂടോടെ കഴിച്ചാലല്ലേ രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഞാനൊന്ന് കഴിച്ചു നോക്കാമായിരുന്നു. ഇത് കൊള്ളായിരുന്നു കേട്ടോ. പുതിയ നമ്മുടെ മലയാളികളുടെ തന്നെ ബേക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു പപ്സ്. പിന്നെ കേക്കിൻ്റെ പീസ് ഉണ്ടാവില്ലേ, അതൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൊള്ളാം, ഓക്കെ ആയിരുന്നു. പക്ഷേ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വറവ് സാധനങ്ങളൊക്കെ കുറേ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഓരോ പീസ് എടുത്ത് തിന്ന് നോക്കി, അതൊക്കെ സൂപ്പറായിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും പുതിയൊരു കട വന്നതല്ലേ, എല്ലാം പുതിയ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിൽ ചേർത്തിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിലെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ പറയും, ഞാൻ വീട്ടിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയും. പിന്നെ പിള്ളേർ വന്നതിന് ശേഷം കാണിച്ച കുറുമ്പുകളൊക്കെ എണ്ണി ഞാൻ പറഞ്ഞു കൊടുക്കും. ഇതൊക്കെ ഞാൻ ചെയ്യും കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും പ്രോജക്റ്റിൻ്റെ മേലേക്ക് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. വയറൊക്കെ കണ്ടോ ഡമ്മാന്ന് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ രാത്രി ഡിന്നറൊന്നും കഴിക്കില്ല, അത്രേ കഴിക്കുള്ളൂ കേട്ടോ. ഇനി പുതിയ ഡിന്നറിൻ്റെ ശരത്തേണ്ടാണെങ്കിലും അതെ, ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ എന്തെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ ഡിന്നർ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നല്ല തടി വെച്ചിരിക്കുന്ന സമയമാണ്. എൻ്റെ വയറുമ്മ കണ്ടോ, എനിക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു സൂചി എടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ, സൂചിയല്ല സേഫ്റ്റി പിൻ എടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ ടപ്പ് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവും. അതുപോലെ ആയിട്ടുണ്ട്. എൻ്റെ ഡ്രസ്സുകളൊക്കെ എനിക്ക് ടൈറ്റ് ആയിട്ടുണ്ട്. ഞാൻ വെയിറ്റ് കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴത്തേക്ക് 59 കാണിച്ചത്. എൻ്റെ കണ്ണ് തള്ളി പുറത്തേക്ക് വന്നു. അപ്പോൾ അങ്ങനെ പിക്കുവിൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്തോ മാത്സ് അങ്ങോട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ലേഡി ബഗ് മാറി അതിനെ ടോട്ടോയ്സ് ആക്കി മാറ്റിയ കഥയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ലേഡി ബഗിനായിരുന്നു. വരച്ചു വന്നപ്പോൾ ദൈവമേ പച്ച കളർ പേപ്പറാണല്ലോ ഒട്ടിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഉടനെ ഞാൻ അതിൻ്റെ തലയുടെ ഷേപ്പ് മാറ്റി ഒരു ടോട്ടോയ്സിൻ്റെ തലയാക്കി. പിന്നെ മുന്നിൽ 2 മുടി വരച്ചു കൊടുത്തപ്പോഴത്തേക്ക് മറ്റേ പട്ടാഭിഷേകം സിനിമയിലത്തെ പൊന്നുമടത്തിൽ ലക്ഷ്മിക്കുട്ടിയുടെ ചായയായിട്ട് വന്നിട്ടുണ്ട്. എന്താണെങ്കിലും കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി. ഇവൻ പിന്നെ എന്നെ ചോദ്യം ചെയ്യില്ല, ഞാനാണല്ലോ ചെയ്തു കൊടുക്കുന്നത്, അതുകൊണ്ട് നമ്മൾ തന്നെ രാജാവ്. അപ്പോൾ അങ്ങനെ പ്രോജക്റ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനിയുണ്ടിട്ട് ഇഷ്ടം പോലെ ഉണ്ട്. ഇന്നിപ്പോൾ ഡിന്നർ ഉണ്ടാക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. അത് കാരണം കൊണ്ട് ഡിന്നർ ഞാൻ കാണിക്കുന്നില്ല. അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.